എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നില്ല എങ്കിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുമോ എന്ന സംശയം പോലും ഉണ്ടായേക്കാം. കാരണം നടി ലൈംഗികമായി അതിക്രമിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ തെളിവായിരുന്നു പ്രോസിക്യൂഷൻ സമർപ്പിച്ച മെമ്മറി കാർഡ് എന്നത്. നടിയെ പൾസർ സുനി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് മൊബൈൽ ഫോണിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക് പകർത്തുകയുമാണ് ചെയ്തത്. ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവായി കോടതിയിൽ പിന്നീട് മാറിയത്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നു വന്ന വിവാദം എന്നത് മെമ്മറി കാർഡ് സൂക്ഷിച്ചിരുന്നത് കോടതിയിൽ മുദ്രവെച്ച കവറിൽ ആയിരുന്നു. അങ്ങനെയുള്ള മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടു എന്ന വിമർശനം ഉയരുന്നു. 2022 ഫോറൻസിക് പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കോടതിയുടെ പക്കൽ ഉള്ള, കോടതിക്ക് മാത്രം പരിശോധിക്കാൻ പറ്റുന്ന ഒരു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നുവെങ്കിൽ അത് മറ്റെവിടെയോ അല്ലെങ്കിൽ അനധികൃതമായി പരിശോധിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിധി പ്രസ്താവത്തിൽ ജഡ്ജി പറയുന്ന വാചകങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് ഫോറൻസിക് പരിശോധനയിൽ, ശാസ്ത്രീയമായ പരിശോധനയിൽ വ്യക്തമാകുന്നത് ഈ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. അവിടെ ഹാഷ് വാല്യൂ എന്ത് എന്നത് ഈ രംഗത്തുള്ള ശാസ്ത്രീയമായി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇതൊരു ഡിജിറ്റൽ ലോക്കർ സംവിധാനം പോലെയാണ്. അതായത് ഒരു ശാസ്ത്രീയ തെളിവ്, ഒരു ടെക്നിക്കൽ തെളിവ്, അത് ഒരു ഇലക്ട്രോണിക്സ് തെളിവാണ് എങ്കിൽ അതിനെ ലോക്ക് ചെയ്തു വെക്കുന്ന ഒരു സംവിധാനമാണ് ഹാഷ് വാല്യൂ. എപ്പോഴൊക്കെ ആ ലോക്ക് തുറക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ ഹാഷ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും എന്നതാണ് ഈ മേഖലയിൽ ബന്ധപ്പെട്ടവർ പറയുന്നത്. 2 തരം ഹാഷ് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്ന്, മെമ്മറി കാർഡ് എന്ന ഡിവൈസിന്റെ ഹാഷ് വാല്യൂ. 2, ആ മെമ്മറി കാർഡിന് ഉള്ളിലെ കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ. ഇവിടെ നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ എന്നതാണ് കണ്ടന്റ്. ആ കണ്ടന്റിന്റെ ഹാഷ് വാല്യൂവിന് മാറ്റമില്ല എന്നതാണ് വാദം. അതായത് ആ നടി ആക്രമിക്കപ്പെട്ട എന്ത് ദൃശ്യങ്ങളാണോ മെമ്മറി കാർഡിന് അകത്തുള്ളത് ആ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ദൃശ്യങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ആ ദൃശ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും നീക്കം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതല്ല, ആ ഹാഷ് വാല്യൂവിലല്ല മാറ്റം, മറിച്ച് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിലാണ്. എപ്പോഴൊക്കെ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അതിന്റെ ഹാഷ് വാല്യൂ മാറും എന്നാണ് ഈ മേഖലയിൽപ്പെട്ടവർ പറയുന്നത്. നമ്മൾ ആ വിധി പ്രസ്താവത്തിൽ, അതായത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും 20 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്ത ആ വിധി പ്രസ്താവത്തിൽ ജഡ്ജി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ മാധ്യമങ്ങളാണ് സൃഷ്ടിച്ചെടുത്തത് എന്നതാണ്. അതായത് 2022 ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഒരു ടെലിവിഷൻ ചാനലിനോട് പറയുകയാണ് ഹാഷ് വാല്യൂ മാറി എന്നത്. പിന്നീട് ജഡ്ജി വിചാരണാ ഘട്ടത്തിലടക്കം ഈ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട്, ഈ ഹാഷ് വാല്യൂ മാറിയ വിവരങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും പങ്കുവച്ചോ എന്ന്. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അങ്ങനെ പങ്കുവച്ചിട്ടില്ല എന്നാണ്. പിന്നീട് കോടതി തന്നെയാണ് ആ ടെലിവിഷൻ ചാനലിൽ വന്ന അഭിമുഖം, ഇത് നിങ്ങളല്ലേ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്, അതൊരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ലേ, ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളുമായി പങ്കുവച്ചത് എന്ന ചോദ്യത്തിന് ആ ഉദ്യോഗസ്ഥന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിവാദങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പോലും ഇങ്ങനെ ഒരു പരാതി, അതായത് നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തുവെന്നോ അത് മറ്റ് ഡിവൈസുകളിലേക്ക് കോപ്പി ചെയ്തുവെന്നോ പ്രോസിക്യൂഷൻ ഒരു വാദവും കോടതിയിൽ ഉന്നയിച്ചില്ല എന്നാണ് നമുക്ക് വിധി പ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ഈ നിയമോപദേശം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നിയമോപദേശത്തിൽ പറയുന്നത് ഈ ഹാഷ് വാല്യൂ മാറിയും ഇതുമായി ബന്ധപ്പെട്ട പരാതിയിന്മേൽ ഒരു ജഡ്ജിക്ക്, സംശയ നിഴലിൽ ഉള്ള ഒരു ജഡ്ജിക്ക് തീരുമാനം എടുക്കുക എന്നത് സാധ്യമല്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ വിധി പ്രസ്താവത്തിലെ വാചകങ്ങൾ പോലും സംശയത്തിലാകുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. പ്രോസിക്യൂഷന് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. പുറത്ത് മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്നതായിരുന്നു വിധി പ്രസ്താവത്തിലെ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിയമോപദേശത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നവമി ഇവിടെ ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോടതിയിൽ അത്തരം വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജഡ്ജി ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞതാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ തന്നെ മാറിയ പശ്ചാത്തലമുണ്ട്. ഈ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് പക്ഷപാതപരമായ നിലപാടുണ്ടാകുമ്പോൾ ഈ നിലയിൽ വാദം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ മാറുകയും പിന്നീട് മറ്റൊരു പ്രോസിക്യൂട്ടറാണ് കേസിൽ വാദം നടത്തിയത്. അപ്പോൾ അങ്ങനെ സംഭവ ബഹുലമായിരുന്നു ഈ
കേസ്. പക്ഷേ ഏതാണ്ട് 1700-ലധികം പേജുകൾ വരുന്ന വിധി പ്രസ്താവത്തിൽ ഈ ഓരോ ഇൻസിഡന്റുകളും അക്കമിട്ട് നിരത്തുകയും ചെയ്തിട്ടുണ്ട് ജഡ്ജി എന്നതും എടുത്തു പറയേണ്ടതാണല്ലോ. അപ്പോൾ ഈ നിയമോപദേശം എത്രത്തോളം പ്രധാനപ്പെട്ടതാകും? ഈ കണ്ടന്റുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹർജി ആയിരിക്കുമോ ഇനി മേൽക്കോടതിയിലേക്ക് പോവുക? അഭിലാഷ്, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് സർക്കാരും കടന്നിരിക്കുന്നത്. ഈ നിയമോപദേശത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അപ്പീൽ നൽകും എന്ന തീരുമാനത്തിൽ തന്നെയാണ് സർക്കാരും ഉറച്ചു നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു ഈ ക്രിസ്മസ് വിരുന്നിൽ അതിജീവിത മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതും താൻ ഒപ്പമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളൊക്കെ അതിജീവിതയ്ക്കൊപ്പമുള്ളവരുമൊക്കെ മാധ്യമങ്ങളോട് പങ്കുവച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സർക്കാരും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഈ കേസിൽ. ഈ ഒരു വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചോ എന്ന് പോലും സർക്കാരിന് കൃത്യമായി അറിയേണ്ടതുണ്ട്. കാരണം അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ്. ഇതിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. ദിലീപാണ് ഇതിലൊരു ഗൂഢാലോചന, ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഈ ഒരു കൃത്യത്തിനായി ഇറങ്ങിയത്. അത് തെളിയിക്കുന്ന പല തെളിവുകൾ, ഇവർ തമ്മിലുള്ള സംഭാഷണം, പൾസർ സുനിയുടെ കത്ത്, പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിന് അയച്ച കത്ത്, ഇതിൽ ഇവർ തമ്മിലുള്ള സംഭാഷണം, ഇവർ ഒപ്പമുള്ള ഫോട്ടോ, ദിലീപിന്റെ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ അവിടെ പൾസർ സുനി എത്തിയത്, പൾസർ സുനിയുടെ അവിടുത്തെ സാന്നിധ്യം, ഇതെല്ലാം തന്നെ തെളിവുകളായി കോടതിയെ സമർപ്പിക്കാനൊക്കെ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. അതോടൊപ്പം ഈ സാക്ഷികളുടെ മൊഴിമാറ്റം, ഈ ദിലീപുമായി തുടക്കത്തിൽ ഈ അതിജീവിതയോട് ഈ നടൻ ദിലീപിന് ഒരു പ്രതികാരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അത് ചോദ്യം ചെയ്ത ഒരു സംഭാഷണം ദുബായിൽ വെച്ച് ഒരു വേളയിൽ സംഭവിക്കുകയുണ്ടായി എന്ന് ആദ്യം തന്നെ ഈ ദിലീപുമായി അടുത്ത് നിൽക്കുന്ന ദിലീപിൻ്റെയും ഈ അതിജീവിതയുമായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ചില താരങ്ങൾ തുടക്കത്തിൽ മൊഴി നൽകിയിരുന്നു. പിന്നീട് വിചാരണയുടെ ഓരോ വേളയിൽ അല്ലെങ്കിൽ സാക്ഷി വിസ്താരത്തിലൊക്കെ ഇവർ മലക്കം മറിയുന്നതും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഈ ദിലീപിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി ചിലർ ശ്രമിച്ചു എന്ന് അതിജീവിതയോടൊപ്പം നിൽക്കുന്നവരുമൊക്കെ പല ആവർത്തി പറഞ്ഞതാണ്. വിധി വരുമ്പോൾ പോലും അവർക്ക് പ്രതീക്ഷ ഉണ്ടായില്ല തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന്. കാരണം അങ്ങനെയായിരുന്നു ഈ കേസിന്റെ ഓരോ ഭാഗങ്ങളും കടന്നു പോയിരുന്നത്. എന്തായാലും ഇപ്പോൾ സർക്കാരും ഇതിലെ അപ്പീൽ നൽകാനായി എത്തിയിരിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിൽ പോലും, അതായത് മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ അതിജീവിതയ്ക്ക് പൂർണ്ണമായും നീതി കിട്ടണം, അതിജീവിത പറയുന്നത് പോലെ തന്നെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന് പങ്കുണ്ടെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് സർക്കാരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പിഴവുണ്ടാകാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമോപദേശം അത്രയേറെ നിർണായകമാക്കുകയും ചെയ്യുന്നത്. ഈ നിയമോപദേശത്തിൽ പറയുന്നത് പോലെ തന്നെ ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഹണി എം വർഗീസ് നടന് അനുകൂലമാകുന്ന തരത്തിലേക്ക് പോലും പല പരാമർശങ്ങൾ നടത്തി. പ്രോസിക്യൂഷൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ പറയാത്ത കാര്യങ്ങൾ പോലും ഈ വിധിപ്പകർപ്പിൽ വന്നു, താൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളച്ചൊടിച്ചും ഈ വിധിപ്പകർപ്പിലുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി. ആ കുറിപ്പും ഇതിനോടകം തന്നെ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സർക്കാരിന്റെ നീക്കം ഏത് തരത്തിലാണ്, എത്രയും വേഗം ഇത് അപ്പീൽ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിജീവിതയും ഇനിയുള്ള പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. സർക്കാരും ഇതിൽ മുൻകൈയെടുത്ത് അല്ലെങ്കിൽ തനിക്ക് നീതി ലഭിക്കുവാൻ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അതിജീവിതയും നിൽക്കുന്നത്. നടൻ ദിലീപിനെതിരായിട്ട് തുടക്കം മുതൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതെല്ലാം സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു ഇതിന്റെ വിധി വന്നതെന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ്, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമോപദേശവും അത്രയേറെ പ്രസക്തമാണ് ഉള്ളതാണ്. അഭിലാഷ്, തീർച്ചയായും നടിയെ ആക്രമിച്ച കേസിൽ ആണ് ഗുരുതരമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ജഡ്ജിക്കെതിരെ അടക്കം ആരോപണങ്ങളുമായി നിയമോപദേശം ഇപ്പോൾ പുറത്തുവരുന്നത്. DGP നൽകിയ നിയമോപദേശത്തെ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിൽ ആണ് ഇത്തരത്തിൽ ഗുരുതരമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മെമ്മറി കാർഡ് ചോർന്ന വിവാദത്തിൽ സംശയ നിഴലിൽ ആയിട്ടുള്ള ഒരു ജഡ്ജിക്ക് വിധിപ്രസ്താവം പറയുവാനുള്ള യോഗ്യതയില്ല എന്നത് ഉൾപ്പെടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നടൻ ദിലീപിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, കുറ്റവിമുക്തനാക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള ഒരു വിധിപ്രസ്താവമായി ഈ വിധിപ്രസ്താവം മാറി എന്നത് ഉൾപ്പെടെയുള്ള നിയമോപദേശം ആണ് ലഭിക്കുന്നത്. വിഷയത്തിൽ സർക്കാർ അപ്പീൽ നൽകുമെന്ന്
നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയും മാർട്ടിനും വടിവാൾ സലീമും അടക്കം 6 പ്രതികൾക്ക് 20 വർഷത്തെ കഠിന തടവിനുള്ള ശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ശിക്ഷാവിധിക്കെതിരെയും അപ്പീൽ നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഈ നിയമോപദേശം തേടിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം സർക്കാർ തെറ്റ് തിരുത്തുകയാണ്. പാഠം പഠിച്ച് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.